ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഞാൻ ഇന്നലെ ചെയ്ത ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് ഫോട്ടോസാണ്. ഞാനപ്പോൾ ഈ ട്യൂട്ടോറിയലിലൂടെ കാണിക്കാൻ, ഇതൊരു ട്യൂട്ടോറിയലല്ല, ജസ്റ്റ് കുറച്ച് സാമ്പിൾസ് കാണിക്കാമെന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇന്നലത്തെ ഷൂട്ടെന്ന് പറഞ്ഞാൽ മോർണിംഗ് ഒരു 5:30 ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 7 മണിയാകുമ്പോഴാണ് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചത്. ആക്ച്വലി നമ്മുടെ ഷൂട്ട് ലൊക്കേഷൻ കുറച്ച് ദൂരത്തായിരുന്നു. അതുപോലെ തന്നെ ഈവനിങ്ങിലെ കുറച്ച് ഷൂട്ട്സ് നമ്മുടെ അടുത്ത് ഒരു പാർക്കിൽ, കബൺ പാർക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, അവിടെയാണ് എടുത്തത്. മോർണിംഗ് ഷൂട്ട് നന്ദി ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത് കുറച്ച് ദൂരെയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്യണം. ഒരു മലയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് സാധിച്ച 3 ഷൂട്ട്സ് ഞാൻ ഫ്ലാഷ് കൊണ്ടുപോയി. എങ്കിലും നന്ദി ഹിൽസിൽ സെക്യൂരിറ്റി ഉണ്ട്, അകത്ത് ഫ്ലാഷ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്ലാഷ് ആദ്യമൊന്നും യൂസ് ചെയ്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ സെക്യൂരിറ്റിയിൽ ഒരാൾ വന്നു, അവിടുത്തെ മെയിൻ പാർട്ടി. അപ്പോൾ പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മീൻസ് നോർമലി അവർ അനുവദിക്കുന്നതല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ കസ്റ്റമർ ചെറിയൊരു പേയ്മെൻറ്റ് പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ പുള്ളി സമ്മതിച്ചു നമുക്ക് ഫ്ലാഷ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ബോക്സ് ഇല്ലാതെ ഫ്ലാഷ് യൂസ് ചെയ്തു. നട്ടുച്ച സമയത്താണ് ഈ ഫോട്ടോസ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലാഷ് യൂസ് ചെയ്യാതെയുള്ള ആദ്യം എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഒരു മോർണിംഗ് ടൈമിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഈവനിങ് ടൈമിലാണ്, ഫ്ലാഷ് ഒന്നും ഇല്ലാതെ ഈവനിങ് ആ ഒരു നല്ല ഫീലുള്ള കുറച്ച് ഫോട്ടോസ്. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ഫോട്ടോ നോക്കാം. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായിട്ട് നമുക്ക് ഫ്ലാഷ് ഇല്ലാതെ എടുത്ത ഫോട്ടോസ് നോക്കാം. ഇതിപ്പോൾ ഞാനിപ്പം ഫോട്ടോസ് ഒന്നും സോർട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് പിക്ചേഴ്സ് മാത്രമല്ല നിങ്ങളെ കാണിക്കുന്നത്. ജസ്റ്റ് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുതലായ കാര്യങ്ങൾ, ഇവ 3 തമ്മിലുള്ള വ്യത്യാസം ആണ് നമുക്ക് ഈ സാമ്പിൾ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം എടുത്ത ചിത്രം, അത് ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റ്, കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് എടുത്തു. അപ്പോൾ ആദ്യം എടുത്ത ഒരു ഷോട്ട് ഇതാണ്. മീൻസ് നമുക്ക് നോക്കിയാൽ അറിയാം അതിൻ്റെ എക്സ്പോഷർ കറക്റ്റ് അല്ല. ബേബിയുടെ സ്കിൻ വളരെ ഡാർക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. ഫേസും ഒക്കെ ഒരു ഇരുണ്ട ഏരിയയിലാണ് കാണുന്നത്. ഓക്കെ, ഇതിപ്പോൾ ആക്ച്വലി റോ ഫോർമാറ്റിൽ എടുത്തിരിക്കുന്ന റോ ഫോർമാറ്റാണ് നിങ്ങളെ കാണിക്കുന്നതും വിത്തൗട്ട് എനി എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസൊക്കെ റിട്രീവ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇത് റോ ഫോർമാറ്റിൽ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് നമ്മുടെ ഹൈലൈറ്റ്സ് ഒരു 2 സ്റ്റോപ്സ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഒരു 2 സ്റ്റോപ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് നമ്മുടെ ബേബിയുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മീൻസ് നമുക്ക് നോക്കിയാൽ 85mm ലെൻസിൽ 3.5 അപ്പർച്ചർ ഓപ്പണിങ്ങിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വേണം, അതുകൊണ്ടാണ് 3.5 ഓപ്പണിങ്ങിൽ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു f811 ഒക്കെ ചെയ്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇത്ര ബ്ലോൺ ഔട്ട് ആകാതെ നമുക്ക് കിട്ടും. മെയിൻ റീസൺ നമ്മുടെ ലെൻസിനുള്ളിലേക്ക് ഒത്തിരി ലൈറ്റ് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയെങ്കിലും ബേബിയുടെ പോർഷൻ ഇരുണ്ടുപോയി. അപ്പോൾ നമ്മൾ ഈ പോർഷൻ ഒന്ന് ക്ലിയർ ആക്കി എടുത്തപ്പോഴത്തേക്കിനും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇരുണ്ടുപോയി, ബ്ലോൺ ഔട്ടായി പോയി. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ഷാഡോസ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ഇത്രയും റിട്രീവ് ചെയ്യാൻ സാധിക്കും. റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്താൽ JPEG നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും റീസെറ്റ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഫോട്ടോ സെറ്റിലേക്ക് പോകാം. രണ്ടാമത്തെ ഷൂട്ടിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുന്നത്, നമ്മുടെ ഫോട്ടോ എക്സ്പോഷർ ഒന്ന് കറക്റ്റാക്കി. ഇപ്പോഴും നമ്മൾ ഫ്ലാഷ് ഇല്ലാതെ എടുത്തിരിക്കുന്ന ഫോട്ടോയാണ് മോർണിംഗ് ടൈമിൽ. മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 മണി 9 മണി ആയിട്ടുണ്ട്. അത്യാവശ്യം സൂര്യൻ്റെ പ്രകാശമുള്ള ടൈമാണ്. ഏർലി മോർണിംഗിൽ ഒരു ഗോൾഡൻ ലൈറ്റൊന്നും അല്ല നമുക്കിവിടെ ഉള്ളത്. നോർമൽ ഒരു സൂര്യപ്രകാശമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഫോട്ടോയുടെ എല്ലാം പ്രശ്നം ഇതാണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലോൺ ഔട്ടാണ്. ഇവിടെ വൈറ്റ് കളറാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതൊരു ലുക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. ചില ഫോട്ടോസ് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മീൻസ് ട്രീ ഒക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തോതിൽ മാത്രമേ ബ്ലോൺ ഔട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ ഫോട്ടോയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോട്ടോസാണ്. ബാക്ക്ഗ്രൗണ്ട് മീൻസ് നമ്മൾ ആകാശം വരുന്നില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാം. ആകാശം നമ്മുടെ ഫോട്ടോയിൽ വരുന്നതിനനുസരിച്ച് ആ ബ്ലോൺ ഔട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ഫോട്ടോ നോക്കിയാലും നല്ലൊരു ചിത്രമാണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബ്ലോൺ ഔട്ടാണ്. ഞാനിപ്പോൾ നിങ്ങളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ലൈഡേഴ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാനിപ്പോൾ വൈറ്റ് സ്ലൈഡറിലാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഏരിയ, അതായത് വൈറ്റ് ആയിട്ട് നിങ്ങൾ കാണുന്ന ഏരിയ ഓൾ ടാബിൽ പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ സ്ലൈഡറിൽ പ്രസ് ചെയ്താൽ നമുക്കിങ്ങനെ കാണാം. അതായത് ഈ വൈറ്റ് ആയിട്ട് കാണുന്ന ഏരിയ ഫുള്ള് ബ്ലോൺ ഔട്ടാണ്. അവിടെ യാതൊരു വിധമായ ഡീറ്റെയിൽസും ഇല്ല. നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട്, ആ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല റോ ഫോർമാറ്റ് ആണെങ്കിൽ പോലും. നമുക്ക് വീണ്ടും ലൈബ്രറി വ്യൂവിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇതാണ് മോർണിംഗിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ്. ഈ ഫോട്ടോ നോക്കിയാൽ ഇത് അത്ര നല്ലൊരു ഫോട്ടോ അല്ല. നമുക്ക് ഈ ഒരു പോർഷൻ അനാവശ്യമാണ്. നമുക്ക് എല്ലാ ഫോട്ടോസും നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നില്ല. ഉള്ളതിൽ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലോൺ ഔട്ട് ആണെങ്കിലും ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല ഫോട്ടോ ആയിട്ട്
കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും. ഇനി അടുത്ത ഫോട്ടോ മുതലുള്ളത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലോൺ ഔട്ട് ആകാതെ കീപ്പ് ചെയ്തുകൊണ്ട് ഫ്ലാഷ് വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. അപ്പോൾ ഫ്ലാഷ് വെച്ച് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാം ബേബിയുടെ ഫേസ് കുറച്ച് ഡാർക്കാണ്. മീൻസ് നമ്മൾ ഈ സോഫ്റ്റ് ലൈറ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ട്, അതായത് നമ്മൾ സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെ ഫോൾ ഓഫ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുപോലെ നമുക്ക് ഷാഡോസ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഷാഡോസൊക്കെ ഒന്ന് ബ്രിങ് ഔട്ട് ചെയ്താൽ നല്ലൊരു ഫോട്ടോ ആക്കാം. അതുപോലെ എക്സ്പോഷർ നമുക്ക് അധികം ഇൻക്രീസ് ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ബേബിയുടെ ആ ഒരു പോർഷനിൽ മാത്രം നമുക്ക് എക്സ്പോഷർ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യാം. മീൻസ് നമുക്ക് ഫ്ലാഷ് ഇല്ലാതെ എടുത്ത ഫോട്ടോയെക്കാട്ടും എഡിറ്റിങ്ങിൽ കുറച്ചും കൂടെ ഫ്രീഡം കിട്ടുന്നത് നമ്മൾ ഫ്ലാഷ് യൂസ് ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് എഡിറ്റിങ്ങിൽ കുറച്ചും കൂടെ ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ഞാനൊരു ടെസ്റ്റ് ഫോട്ടോ എടുത്തതാണ് ഈ പോർഷനിൽ. ഓക്കെ, ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു ഷെയ്ഡ് ഇങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഷെയ്ഡ് നമുക്ക് ഫ്ലാഷ് നല്ല രീതിയിൽ, അല്ലെങ്കിൽ സോഫ്റ്റ് ബോക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഷെയ്ഡ് നമ്മുടെ ഫേസിൽ വരത്തില്ല. നല്ലൊരു ഫോട്ടോ ആണെങ്കിൽ പോലും ഈ ഒരു ഷെയ്ഡ് വന്നുകൊണ്ട് ഈ ഫോട്ടോ അൺയൂസബിൾ ആണ്. ഓക്കെ, അതിന് മുൻപുള്ള ഫോട്ടോ നോക്കിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫോട്ടോയാണ്. അതുപോലെ ഫ്ലാഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോകളിൽ നോക്കിയാൽ ഫ്ലാഷ് യൂസ് ചെയ്തതും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി ബ്ലോൺ ഔട്ട് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ചിത്രത്തിൽ. ഓക്കെ, ഇനി വേണമെങ്കിൽ ബേബിയുടെ ഫേസിൽ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാനായിട്ട് എങ്ങനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റോ ഫോർമാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. JPEG-ൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡീറ്റെയിൽസ് കുട്ടിയുടെ ഫേസിലൊക്കെ റിട്രീവ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയാൽ കണ്ടോ, ബിഫോർ ആൻഡ് ആഫ്റ്ററിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാൻ സാധിക്കും ഫ്ലാഷ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലും നല്ല വൈറ്റ് ആയിട്ട് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഒന്നും വരില്ല. ഞാനിത് റീസെറ്റ് ചെയ്യുകയാണ്. എഡിറ്റിംഗ് ഞാൻ പിന്നീടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോയാണ്. ഓക്കെ, ഈ ഫോട്ടോയിൽ നമുക്ക് ഫ്ലാഷ് കറക്റ്റ് ഫേസിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് നല്ല ഡീപ്പ് ഷാഡോസും ഉണ്ട്. ഇങ്ങനെ ഡീപ്പ് ഷാഡോസ് വരാനുള്ള കാരണം നമ്മൾ സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്യാത്തതാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പല ഫോട്ടോയിലും പല കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഫോട്ടോ നമുക്ക് നോക്കാം. നമുക്ക് ഈ മുകളിലുള്ള ടിയാരയുടെ ഷെയ്ഡ് ഫേസിൽ വന്നിരിക്കുന്നത് കാണാം. നമുക്കിവിടെ ഫ്ലാഷ് ലെഫ്റ്റ് സൈഡിൽ കാണാം. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്യാതെ ഫ്ലാഷ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഈ ഫോട്ടോ അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഷെയ്ഡ് നമ്മുടെ കുട്ടിയുടെ ഫേസിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ക്ലോസപ്പിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് നമുക്ക് വന്നിട്ടുണ്ട്. സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷെയ്ഡ്സ് നമുക്ക് വരത്തില്ല. ഇനി ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല നാച്ചുറൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈമിൽ ഒരു 5 മണി 4 മണി മീൻസ് നമ്മുടെ സ്ഥലം അനുസരിച്ചും സന്ദർഭം അനുസരിച്ചുമാണ് ഈവനിങ് ലൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. നല്ല ഈവനിങ് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു ബാക്ക് ലൈറ്റായിട്ട് യൂസ് ചെയ്താൽ ഫ്ലാഷും ഒന്നുമില്ലാതെ ഫ്ലാഷ് ലൈറ്റായിട്ട് നല്ലൊരു ബാക്ക് ലൈറ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നല്ല ചിത്രങ്ങൾ, എത്രമാത്രം നല്ല ചിത്രങ്ങൾ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഈ ഫോട്ടോ നോക്കിയാൽ വളരെ മീൻസ് എനിക്ക് ഈ 3 ലോട്ടിൽ ഇഷ്ടപ്പെട്ടത് തന്നെ ഈ ബാക്ക് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. എക്സ്പോഷർ ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ടോട്ടൽ എക്സ്പോഷർ ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഓവർ എക്സ്പോസ്ഡ് ആകും. അതിന് പകരം നമുക്ക് ഷാഡോസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ ബേബിയുടെ ഫേസും അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷൻ നമുക്ക് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ബ്രൈറ്റൺ ചെയ്തെടുക്കാം. ഓക്കെ, ലൈറ്റ് റൂമിൽ നമുക്കത് കറക്റ്റായിട്ട് പിൻ പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ഒത്തിരി സിസ്റ്റം പവർ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് മാത്രം ജസ്റ്റ് ലൈറ്റ് റൂമിൽ ചെറുതായിട്ട് റിട്രീവ് ചെയ്യുന്നു. അതുപോലെ തന്നെ റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ ഡീറ്റെയിൽസൊക്കെ റിട്രീവ് ചെയ്യാൻ ലൈറ്റ് റൂമിൽ സാധിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ വളരെ നല്ലൊരു ചിത്രമാണ്. ഈ ലോട്ടിൽ എടുത്തിരിക്കുന്നത്, അതായത് ഈ സെയിം പോർഷനിൽ എടുത്തിരിക്കുന്ന ചിത്രങ്ങളെല്ലാം വളരെ നല്ല ചിത്രങ്ങളാണ്. നിങ്ങളിപ്പോൾ നോക്കിയാലും കുറച്ച് സോഫ്റ്റാണ് ഫോട്ടോസ്, ഷാർപ്നെസ് ഇല്ല. പക്ഷേ റോ ഫോർമാറ്റ് ആയതുകൊണ്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ റോ ഫോർമാറ്റ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സെയിം ഏരിയയിൽ തന്നെയാണ് ഈ ഫോട്ടോസ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റ് ഇല്ലെങ്കിലും നല്ല ഫോട്ടോസ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഈവനിങ് ടൈം അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ടൈം, ആ സൂര്യൻ ഉദിച്ച് വരുന്നത്, സൂര്യൻ നമ്മുടെ മുകളിലല്ല, നമ്മുടെ വലത്ത് വശത്തോ ഇടത്ത് വശത്തോ താന്നാണ്, പാരലലായിട്ടാണെങ്കിൽ നമ്മുടെ വിഷന് പാരലലായിട്ടാണ്. നമുക്ക് മുകളിലേക്ക് നോക്കണ്ട, സൈഡിലേക്ക് നോക്കിയാൽ സൂര്യൻ ഏതെങ്കിലും ഒരു വശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ നല്ല ലൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതിനാണ് നമ്മൾ ഗോൾഡൻ ഹവർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതാണ് ഈവനിങ് ലൈറ്റിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ്. ഇതിൻ്റെ ഫൈനൽ ഫോട്ടോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ താമസിയാതെ കാണാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നെങ്കിൽ ഫോളോ ചെയ്യുക. രാജീവ് 1534 എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID.
അപ്പോൾ ഇതിൽ എല്ലാ ഫോട്ടോസും ഒന്നുമില്ല, ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് ഫോട്ടോസ്, മിക്കവാറും ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ ഫോട്ടോ, ഈ 2 ഫോട്ടോയിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇത് രണ്ടും വളരെ ഇഷ്ടപ്പെട്ടു. ബേബിയുടെ ഫേസ് ഇല്ലെങ്കിൽ പോലും വളരെ നല്ല 2 ഫോട്ടോസായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഫ്ലാഷോ അല്ലെങ്കിൽ ജസ്റ്റ് ഹാർഷായിട്ടുള്ള നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്തെടുത്ത ഫോട്ടോസും, അതുപോലെ തന്നെ ഹാർഷായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഫ്ലാഷ് യൂസ് ചെയ്തെടുത്തിരിക്കുന്ന ഫോട്ടോസും. ഈ ഫോട്ടോയും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഈ ഫോട്ടോയും ഫ്ലാഷ് യൂസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഫ്ലാഷ് ഇല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വൈറ്റ് കളറിൽ നമുക്ക് കിട്ടത്തുള്ളൂ, ഇതുപോലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലാഷ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രയോജനം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നട്ടുച്ചയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ്, പക്ഷേ നോക്കിയാലും നിങ്ങൾക്കൊരു എന്താ പറയുക, മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഫീലാണ് കിട്ടുന്നത്. നമുക്ക് പിന്നെ വേറൊരു കാര്യം, ബേബിയുടെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് സ്കിൻ ടോണുള്ള ബേബിയാണ്. എനിക്ക് തോന്നുന്നു എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ഡാർക്ക് സ്കിൻ ടോൺസ് ആണെന്നാണ് എൻ്റെ ഒരു ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഫ്ലാഷ് ഇല്ലെങ്കിൽ മിനിമം അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ചുള്ള ഒരു ക്യാമറ ഉണ്ടെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് മിഡ് റേഞ്ച് ക്യാമറ മുതൽ മുകളിൽ 70D മുകളിലോട്ടുള്ള ക്യാമറകളിലൊക്കെ ഈ ഒരു പുതിയ സെൻസറുകളുള്ള ക്യാമറകളിൽ നമുക്ക് നല്ല ഇതുപോലുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കും വിത്തൗട്ട് ഫ്ലാഷ്, ഒരു ആക്സസറിയും ഇല്ലാതെ. പക്ഷേ നിങ്ങൾ സൂര്യപ്രകാശം എവിടെ നിന്നാണ് വരുന്നതെന്ന് നിരീക്ഷിക്കുക, അതിനനുസരിച്ച് ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ചെറിയ വീഡിയോ, സാമ്പിൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, ഫോട്ടോഗ്രാഫി മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.